ഈ മനുഷ്യൻ്റെ ശബ്ദമാണ്. കാലുകൾ കൊണ്ട് നടക്കാൻ വയ്യെങ്കിലും VS-നെ കുറിച്ച് പറയുന്നത് പ്രേക്ഷകർ കേട്ടില്ലേ? ഏതൊക്കെ മനുഷ്യരാണ് VS-നെ കുറിച്ച് പറയുന്നത് നോക്കൂ. അവരുടെ വർഗ സ്വഭാവം നോക്കൂ, അവരുടെ ജീവിത തലങ്ങൾ നോക്കൂ. ആ മനുഷ്യനെ കണ്ടുപിടിക്കുക വയ്യ, പക്ഷെ എന്നാലും കാണണം അല്ലേ? കാണണം. ഒരുമിച്ച് ഒരു പ്രായം തന്നെ എനിക്ക് 101 വയസ്സ് കഴിഞ്ഞു. ഇനി ഇല്ലല്ലോ അല്ലേ? VS ഇനി ഇല്ല. ഞാനൊരു രോഗിയായിട്ട് കിടപ്പില്ല. ഇതുവരെ ഞാനൊരു ആശുപത്രി മരുന്ന് പോലും കഴിക്കുന്നവളില്ല. പ്രായം തളർത്താതെ VS-നെ കാണാൻ വരുന്ന മനുഷ്യരെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവരുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അവിടെ എത്തിയ മനുഷ്യര് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ പ്രേക്ഷകർ കാണുന്നു. അവരുടെയൊക്കെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇടപെട്ടത് എന്നത് കേസ് മാത്രം. ആ കാലത്ത് VS-നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ ക്യാമറ ഫ്രെയിമിൽ അയാൾ സാവധാനം നടന്നു പോവുകയാണ്. അയാൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഏതോ തെരുവിലൊരു മൂലയിലുള്ളൊരു മനുഷ്യനാണ്, ഒരു കോണിലുള്ള മനുഷ്യനാണ്, ഒരു പ്രിവിലേജും ഇല്ലാത്ത മനുഷ്യനാണ്. ഞങ്ങളിൽ നിന്നും ഇവിടെ പറയുന്നത് ഒരു പ്രതീക്ഷയായിരുന്നു അല്ലേ? വലിയ പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഒരു സ്വന്തം ആളെപ്പോലെയാണ് ഞങ്ങളിൽ നിന്നും കടന്നു പോയത്. നമുക്ക് വലിയ വിഷമമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇല്ലല്ലോ ഇങ്ങനെ. അതിനു വേണ്ടി ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. ഞങ്ങളിൽ നിന്നും കടന്നു പോയ ഈ വ്യക്തി. ഞാൻ എൻ്റെ ഒറ്റയ്ക്കാണ്, നമ്മുടെ അടുത്ത് ഉണ്ട്. ഇവരുടെ കരച്ചിലുകൾ കാണുന്നത് ഇത് ജീവിതത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യനാണ്, പ്രായമേറിയ മനുഷ്യനാണ്. കാണാൻ വേണ്ടി അവസാനമായിട്ടൊന്ന് കാണാം. തീർച്ചയായും താഴെത്തട്ടിലുള്ള മനുഷ്യരാണ്. രാവിലെ വന്നതാ. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ VS-നെ കാണുന്നത് ഓർക്കുന്നത് എങ്ങനെ? ഈ സമരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കൂടുതലും TV-യിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം MLA ക്വാർട്ടേഴ്സിൽ വെച്ച് കണ്ടിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അന്നേരം കണ്ടതാണ്. അത്രേ പ്രായമേറിയ മനുഷ്യൻ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു വലിയ നഷ്ടമാണ് അല്ലേ? ഇനി തീരാ നഷ്ടം. വാക്കുകൾ മുറിയുന്ന പ്രസംഗമൊക്കെ കേൾക്കാൻ പോകാറുണ്ടോ മുമ്പ്? VS-ന്റെ അവിടെ പരിപാടി ഉണ്ടെങ്കിലും പോയിട്ടുണ്ട്. ഇത്ര മനുഷ്യന് VS-നെ സ്നേഹിച്ചാണെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഒരാൾ എത്ര തട്ടിലുള്ള മനുഷ്യനാണ്. മരിച്ചാലും മരിക്കില്ല, ഞങ്ങളുടെ കൂടെയുണ്ട്. ഒന്നും പറയാനില്ല. പച്ച മനുഷ്യനാണ്, മനുഷ്യൻ. തീർത്ത എന്ത് നമ്മൾ തന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. കൂടെയുള്ള ആരോ പോയതുപോലെ. അതെ, കൂടെ ഒരാളും നഷ്ടപ്പെട്ടതുപോലെയാണ്. അരുൺ, ഇവർക്ക് നടക്കാൻ വയ്യ, പക്ഷേ എന്നാലും ഇവരുടെ കണ്ണുകൾ നിറയുന്നത് കാണുന്നുണ്ടാകും. VS-ന്റെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും കാണാൻ പോകുന്ന മനുഷ്യരാണ്. ഇതിൽ പ്രായഭേദമില്ല അരുൺ. നമ്മൾ കുറച്ച് മുമ്പ് ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടു, പ്രായമുള്ള സ്ത്രീകളെ കണ്ടു, പ്രായമുള്ള പുരുഷന്മാരെ, അങ്ങനെ എല്ലാ വയസ്സിലുമുള്ളവരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. എന്തോ നഷ്ടപ്പെട്ടതുപോലെ. നേരത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ അങ്ങനെ ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ ആ പ്രതീക്ഷ ഇല്ലാതായിരിക്കുന്നു. രാവിലെ മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. കണ്ടിട്ടേ പോകൂ എന്ന്. അതെ അതെ, തീർച്ചയായിട്ടും. അടുത്താണ് കേരളം കണ്ട ഏറ്റവും കഴിവുറ്റ പ്രധാനപ്പെട്ട പടത്തലവനായ നായകനാണ്. എങ്ങനെയാണ് ഓർക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ നല്ല നിലയിൽ? 100-പരം വർഷം ഈ കേരളത്തിന് വേണ്ടി, പാവപ്പെട്ടതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. മരിച്ചു പോയാലും മനുഷ്യമുള്ളിടത്തോളം കാലം തന്നെ അദ്ദേഹത്തിൻ്റെ നാമം ഈ ഭൂമിയിലുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അത്രമാത്രം ഞങ്ങൾക്കല്ലേ ഒരു ആശ്വാസം. അതെ, പാവങ്ങൾക്ക് വേണ്ടി എന്നും സമരരംഗത്ത് ഉറച്ചു നിന്ന് വിശ്വസിച്ച് പാവങ്ങൾക്ക് എന്ത് നിന്നാലും ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എപ്പോഴും മൺമറഞ്ഞു പോയാലും ഭൂമിയുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല.